നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പ് പ്രധാനമായും അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സൗത്ത് അമേരിക്കയിലെ യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പോയിന്റ് പട്ടികയിൽ അർജൻറ്റീനയാണ് ഒന്നാം സ്ഥാനത്ത്. അർജൻറ്റീന ഏറെക്കുറെ ആ ഒരു വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം ബ്രസീലൊക്കെ 5ാം സ്ഥാനത്താണ് വരുന്നത്. യൂറോപ്പിൽ ഇതുവരെ ആ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ആരംഭിച്ചിട്ടില്ല. നേഷൻസ് ലീഗ് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലെ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ വേൾഡ് കപ്പ് പവർ റാങ്കിങ് goal.com പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ 16 സ്ഥാനക്കാരെയാണ് അവർ ഇപ്പോൾ റാങ്കിങ് അടിസ്ഥാനത്തിൽ പുറത്തുവിട്ടിട്ടുള്ളത്. 16ാം സ്ഥാനത്ത് മെക്സിക്കോയാണ് വരുന്നത്. മെക്സിക്കോക്ക് ഇത് ഒരൽപ്പം മോശം സമയമാണ്. ചില തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ 15ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് വരുന്നത്. മൗറീസിയോ പൊച്ചറ്റിനോയാണ് ഇപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൊച്ചറ്റിനോക്ക് കീഴിൽ കൂടുതൽ മികവിലേക്ക് ഉയരാൻ കഴിയും എന്നാണ് അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബെൽജിയം 14ാം സ്ഥാനത്താണ്. ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ സമയമാണ്. സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. 13ാം സ്ഥാനത്ത് അൽഫോൺസോ ഡേവിസ് ഒക്കെ കളിക്കുന്ന കാനഡയാണ് വരുന്നത്. 12ാം സ്ഥാനത്ത് ക്രൊയേഷ്യ വരുന്നു. യുവേഫ നേഷൻസ് ലീഗിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ക്രൊയേഷ്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് അത്ര മികച്ച പ്രകടനമൊന്നും അവർ നടത്തുന്നില്ല. 11ാം സ്ഥാനത്ത് മൊറോക്കോ വരുന്നു. നിലവിൽ നിരവധി സൂപ്പർ താരങ്ങൾ കളിക്കുന്ന ഒരു ടീം കൂടിയാണ് മൊറോക്കോ. അഷ്റഫ് ഹക്കീമി, അതുപോലെ തന്നെ ബ്രാഹിം ഡയസ് തുടങ്ങിയ താരങ്ങൾ അവിടെ കളിക്കുന്നുണ്ട്. ബ്രസീൽ 10ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സമീപകാലത്ത് മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 2 മത്സരങ്ങളിലും അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. നിലവിൽ വലിയ കിരീട സാധ്യതയൊന്നും ബ്രസീലിന് കൽപ്പിക്കപ്പെടുന്നില്ല. അത് സമീപകാലത്തെ ഈ ഒരു മോശം പ്രകടനത്തിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ്. കിരീട ഫേവറേറ്റുകളിൽ നമുക്ക് നിലവിൽ ബ്രസീലിനെ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നാണ് goal.com പറഞ്ഞു വെക്കുന്നത്. 9ാം സ്ഥാനത്ത് കൊളംബിയ വരുന്നു. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞവരാണ് കൊളംബിയ. മികച്ച പ്രകടനം അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8ാം സ്ഥാനത്ത് നെതർലാൻഡ്സ് വരുന്നു. റൊണാൾഡോ കുമാറിന് കീഴിൽ മോശമല്ലാത്ത രൂപത്തിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 7ാം സ്ഥാനത്ത് ഇറ്റലി വരുന്നു. മികച്ച രൂപത്തിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ 6ാം സ്ഥാനത്താണ് വരുന്നത്. നേഷൻസ് ലീഗിൽ മികച്ച പ്രകടനം പോർച്ചുഗൽ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാനമായി കളിച്ച മത്സരത്തിൽ റൊണാൾഡോയുടെ അഭാവത്തിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. 6ാം സ്ഥാനമാണ് പോർച്ചുഗലിന് ലഭിച്ചിട്ടുള്ളത്. ഫ്രാൻസ് 5ാം സ്ഥാനത്താണ്. ഫ്രാൻസ് ഒരൽപ്പം പിറകിലേക്ക് ഇറങ്ങിയതിൻ്റെ കാരണം സമീപകാലത്തെ പ്രകടനം തന്നെയാണ്. ആ ഒരു വലിയ അമ്പരപ്പിക്കുന്ന പ്രകടനങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ അവർക്ക് കഴിയുന്നില്ല. കിരീട ഫേവറേറ്റുകളുടെ കാര്യത്തിൽ അവരിപ്പോൾ ഒരൽപ്പം പിറകിലാണ്. 4ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് വരുന്നു. തോമസ് തുഷേൽ അവരുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് വരികയാണ്. കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് അവർ മാറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 3ാം സ്ഥാനത്ത് ജർമ്മനി വരുന്നു. സമീപകാലത്ത് മികച്ച പ്രകടനം ജർമ്മനി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അർജൻറ്റീന നിലവിൽ ഉള്ളത് 2ാം സ്ഥാനത്താണ്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം 1-2 തോൽവികൾ ഈയിടെ വഴങ്ങേണ്ടി വന്നിരുന്നു. സമനിലകൾ വഴങ്ങേണ്ടി വന്നിരുന്നു. അത് ഒരൽപ്പം ക്ഷീണം ചെയ്ത കാര്യമാണെങ്കിൽ കൂടിയും അർജൻറ്റീന കിരീട ഫേവറേറ്റുകൾ തന്നെയാണ്. 2ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 1ാം സ്ഥാനത്ത് സ്പെയിനാണ്. നിലവിൽ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നത് സ്പെയിൻ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ യൂറോ കപ്പിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അവർ കിരീടം നേടി. ആ ഒരു പ്രകടനം തുടരാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സ്പെയിനിന് തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.